ഹായ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ദോശമാവ് ഉണ്ടായാൽ മതി. ആ ദോശമാവിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് നമ്മൾ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്തിട്ട് ഒരു പിഞ്ച് നമ്മൾ സോഡാപ്പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കട്ടിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നൊന്നും ആവശ്യമില്ല കേട്ടോ. വെള്ളം നമുക്ക് ഓവർ കട്ടിയായി കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് ഈ പദത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ബജ്ജി മാവിനേക്കാളും കുറച്ച് കട്ടി കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ കൈകൊണ്ടും ഈ കുറച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഡീപ് ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ലോണം എണ്ണ ചൂടായ ശേഷം ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇട്ടുകൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ വരുന്ന വരെ ഫ്രൈ ചെയ്ത് എടുക്കുക. അത്രേ ഉള്ളൂ ഗൈസ് ഇത്. പിന്നെ ഈ സ്നാക്ക് നമ്മൾ സോസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടി നല്ല എരിവും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു ചട്നി ഉണ്ട്, അത് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കോമ്പിനേഷനായിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ചട്നിയും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയൊന്നും യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. മൈദ വേണമെങ്കിലും മൈദ ചേർത്തിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഗോതമ്പ് പൊടി ഇട്ടതാണ് കേട്ടോ. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്ന ശേഷം നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കായി മാറും കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത റെഡ് ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് കാണാം. അതിന് നമുക്ക് മുളക് എടുത്തിട്ട് ഒരു 10-15 എണ്ണം ചൂടുവെള്ളത്തിൽ തന്നെ കുതിരാൻ വെക്കാം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഇതിൻ്റെ പകരം നമുക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ കുതിരാൻ വെച്ചിട്ട് നമ്മൾ ഉള്ളി ഒരു 2 സവാള എടുത്തിട്ട് നല്ലോണം കട്ട് ചെയ്ത് അത് മാറ്റി വെക്കാം. പിന്നെ മിക്സി ജാർ എടുക്കാം. കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും പിന്നെ സോക്ക് ചെയ്ത ചില്ലിയും അതിൽ ഇട്ടിട്ട് പിന്നെ കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, നമ്മളെ ടേസ്റ്റിൻ്റെ അനുസരിച്ചുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഡിർ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ഇതിന് ചട്നി റെഡിയാണ്. പിന്നെ നല്ല തിളച്ച എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റെഡ് ചട്നി റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് കഴിച്ച് നോക്കിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്